ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഏണി ഉണ്ടാക്കുന്നതാണ്. നമ്മളൊരു 18 അടിയൊക്കെ ഹൈറ്റ് വരുന്ന ഏണി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 1:1 ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന സ്റ്റെപ്പുകളും 1:1 തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ മരത്തിൽ ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മരത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 2 സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു പീസിലാക്കാൻ വേണ്ടിയിട്ടാണ്. കയറ്റി ഇടാൻ പറ്റുന്ന വിധത്തിലാണ് ഏണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് 3/4 ഇഞ്ച് സ്ക്വയർ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഏണി മുകളിൽ കയറ്റിയിടുന്നത്. നമ്മുടെ സ്കഫോൾഡ് പോലെ ആ ഒരു ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എങ്ങനെ ഉണ്ടാകുമെന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോൾട്ടിങ് ടൈപ്പ് കയറ്റിയിട്ട് ബോൾട്ട് ചെയ്യാനാക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. പക്ഷേ നമ്മളിത് ആദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ബോൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്കത് നോക്കിയിട്ട് മാറ്റം വരുത്തേണ്ടി വരും. നമ്മൾ സ്വന്തം ആവശ്യത്തിന് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. വീടിൻ്റെ അടുത്ത് ഒരു തെങ്ങ് മുറിക്കാൻ കുറച്ച് കമ്പുകളൊക്കെ റബ്ബറിൻ്റെ ഒക്കെ വെട്ടിക്കളയാനും ഉണ്ടായിരുന്നു. അപ്പോൾ മരത്തിൽ കയറാൻ ഈസി ആയിട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പണിക്കൊക്കെ കൊണ്ടുപോകാനും പറ്റും. സൈറ്റിലേക്കൊക്കെ ഉള്ള വർക്കുകൾക്കൊക്കെ അത്യാവശ്യം ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ, വലിയ ഹെവി ആയിട്ടുള്ള ആവശ്യം നമ്മൾ കണക്ക് കൂട്ടരുത്, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ബോൾട്ട് ചെയ്താൽ ഒന്നുകൂടെ സ്ട്രോങ് ആവും, ഊരിപ്പോകാനുള്ള സാധ്യതയില്ല. ഇത് മുകളിൽ കയറി നിന്നിട്ട് നമുക്കിത് ചിലപ്പോൾ കയറ്റിയിടാൻ ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തതാണ്. 3/4 ഇഞ്ച് ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് ചുറ്റും വെൽഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ സ്കഫോൾഡിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഹോളിട്ട് 2 സൈഡിലോ അല്ലെങ്കിൽ 4 സൈഡിലും വേണമെങ്കിൽ വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ചെയ്തത്. നമ്മളിത് വെച്ചിട്ട് 2 സ്റ്റെപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം 2 സ്റ്റെപ്പ് വരുന്നിടത്ത് കറക്റ്റ് ഒരടി മാത്രമേ കയറ്റിയിട്ടാൽ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ നമ്മുടെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും വലിയൊരു ലെങ്ത്തൊന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഉള്ള വീഡിയോകളൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഓടിച്ചിട്ട് എടുക്കുന്നതാണ്. നമ്മളൊരു സാധനം ചെയ്യാൻ തീരുമാനിച്ചാൽ അന്നേരം തന്നെ നമ്മളതങ്ങ് അടിക്കലാണ്, പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഈ സംഭവം ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഒന്ന് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങൾ എന്തൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതുപോലെ നമ്മളെല്ലാ പീസും കയറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആവശ്യം. ഇതുപോലെ ഈസി ആയിട്ട് കയറ്റിയിടാൻ പറ്റണം. നമ്മളൊന്നിത് ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിൽ 1-2 പൈപ്പുകൾ, ടാറ്റയുടെ കുറച്ച് ഹെവി ആയിട്ടുള്ള പൈപ്പുകൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈപ്പുകൾ കയറ്റിയിടുമ്പം ചെറിയൊരു തിക്നെസ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സൈഡിലേക്ക് തട്ടിയപ്പോൾ അതും ക്ലിയറായി. അപ്പം ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബോൾട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഈ 18 അടി കയറ്റിയിട്ട് ഒറ്റയടിക്ക് പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലെ ഭാഗം ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പം ഇത് കയറ്റിയിടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് മരമൊക്കെ ആകുമ്പം കുറച്ച് ഒടിഞ്ഞ്, ഇത് കനം കുറവായതുകൊണ്ട് കുറച്ച് ഒടിഞ്ഞ് നിൽക്കും. ലെവലുള്ള സ്ഥലത്ത് കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധനം കയറ്റിയിട്ട് നേരെ സ്കൂട്ടറിൽ ഇതുപോലെ 18 അടി ഏണി സ്കൂട്ടറിൽ വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്.